Alhamdulillah, Alhamdulillah, Rabbil Alameen. As-salatu was-salamu ala Rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma anfa'na bima 'allamtana wa 'allimna ma yanfa'una wa zidna 'ilma. Rabbi zidna 'ilman nafi'a. Alhamdulillah, Allah subhanahu wa ta'alയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ റമളാനിന് വേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇനി ഏതാനും മാസങ്ങൾ, വളരെ കുറഞ്ഞ മാസങ്ങൾ, അത് എണ്ണി തിട്ടപ്പെടുത്തിയാൽ ദിവസങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും കുറഞ്ഞ ദിവസങ്ങളെ ഇനി നമുക്ക് റമളാനിലേക്കുള്ളൂ അല്ലെ? സഹാബാക്കള് പരിശുദ്ധ റമളാൻ ആഗതമാകുന്നതിന് 6 മാസം മുന്നേ റമളാനിന് വേണ്ട മുന്നൊരുക്കങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു തുടങ്ങുന്നതാണ് നമുക്ക് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മള് ഓരോരുത്തരും ഏത് രൂപത്തിൽ ഈ പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ തയ്യാറായി? അപ്പൊ അതിന്റെ ഒരു മുന്നോടി എന്നോണം ആയിക്കോട്ടെ നമ്മളുടെ ഹൃദയങ്ങൾക്കൊരു വിശാലത ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു തുടക്കം റമളാനാകുമ്പോഴേക്കും നമ്മളെ ഹൃദയം എന്താക്കാം, നമുക്കൊന്ന് വൃത്തിയാക്കി വിശാലമാക്കി വെക്കാൻ, അതിലേക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് കൊണ്ടുവരണം അല്ലെ? അപ്പൊ അതിലേക്ക് നമ്മൾ തയ്യാറെടുപ്പ് എന്നുള്ള നിലക്ക് ഒരു ഫസ്റ്റ് ഘട്ടം എന്നുള്ള നിലക്ക് ആയിക്കോട്ടെ ഇന്നത്തെ ക്ലാസ്. അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഭംഗിയിൽ നമ്മളുടെ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഒരു പണ്ഡിതന്റെ അടുക്കല് ഒരു ആള് ഇൽമ പഠിക്കാൻ വേണ്ടി വന്നു. കുറെ കാലം അയാൾ പഠിച്ചു. അങ്ങനെ പിന്നെ ഒരു ദിവസം ആ പണ്ഡിതൻ തന്റെ ശിഷ്യനോട് ചോദിക്കാന്ന്, താങ്കൾ പാത്രം കഴുകാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, അതെ കഴുകാറുണ്ട്. ആ പാത്രം കഴുകുന്ന സമയത്ത് താങ്കൾക്ക് എന്തെങ്കിലും ചിന്ത വന്നിട്ടുണ്ടോ? അതിൽ താങ്കൾക്ക് എന്തെങ്കിലും ഗുണപാഠം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോ അദ്ദേഹം എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? സ്വാഭാവികമായിട്ട് എല്ലാരും ചിന്തിക്കും അല്ലെ, അതെന്താ പാത്രം കഴുകുന്നോന്ന് ചോദിച്ചത്? പാത്രം എല്ലാരും അല്ലെ, തിന്ന പാത്രം കഴുകും, പിന്നെ പാകം ചെയ്ത പാത്രം കഴുകും, എല്ലാരും കഴുകുമല്ലോ അല്ലെ? അപ്പൊ അതിലെന്താ ഇത്ര ചിന്തിക്കാനുള്ളത് എന്ന് ആ മനുഷ്യൻ ഇങ്ങനെ തിരിച്ച് ആലോചിച്ച് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, നമ്മൾ പാത്രം കഴുകുമ്പോ ഏറ്റവും വൃത്തിയിൽ കഴുകുന്നത് പാത്രത്തിന്റെ ഏത് ഭാഗമായിരിക്കും? എല്ലാരും ഒന്ന് ചിന്തിക്കണേ. നമ്മൾ തിന്നുന്ന പ്ലേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാകം ചെയ്യുന്ന എന്തെങ്കിലും ഒരു പാത്രം അല്ലെ, ചോറുണ്ടാക്കുന്ന കുടുക്ക, അല്ലെങ്കിൽ കറി ഉണ്ടാക്കുന്ന ചട്ടി, ഇനി വേറെ എന്തെങ്കിലും ഫ്രൈ ആക്കുന്ന പാത്രം, എന്ത് തന്നെ ആയാലും നമ്മൾ ഏറ്റവും വൃത്തിയിൽ കഴുകുന്നത് അതിന്റെ ഏത് ഭാഗമായിരിക്കും? പുറം ഭാഗമായിരിക്കോ ഉള്ളു ഭാഗമായിരിക്കോ? അകമായിരിക്കും അല്ലെ? കാരണം എന്താ, അതിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ ഇപ്പൊ പാത്രത്തിന്റെ പുറത്ത് നമ്മൾ ഇട്ട് കഴിക്കൂല അല്ലെ? പാത്രത്തിന്റെ പുറത്തല്ല നമ്മൾ ഇട്ട് കഴിക്കുന്നത്, അകത്താണ്, ഉള്ളിലാണ്, പാത്രത്തിന്റെ ഉള്ളിലാണ് അല്ലെ, ഉൾഭാഗത്താണ്. അതുപോലെ പാകം ചെയ്യുന്നതും അങ്ങനെ തന്നെ അല്ലെ, നമ്മൾ പുറം ഭാഗത്തല്ല പാകം ചെയ്യുന്നത്, പാത്രത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്താ, പുറത്തിപ്പോ കരിയോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വസ്തുക്കളോ പുറമേ ഉണ്ടെങ്കിൽ നമുക്കത് വലിയ പ്രശ്നമില്ല അല്ലെ? ഇപ്പൊ നമ്മളെ വീട്ടില് പഴയ പാത്രങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും, കറ പിടിച്ച് ആകെ ഈ ചീനച്ചട്ടിയൊക്കെ അല്ലെ, പുറം ഭാഗമൊക്കെ നല്ല വൃത്തികേടായിട്ടുണ്ടാവും. ഇപ്പൊ ഗ്യാസിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പണ്ട് കാലങ്ങളിൽ വെച്ചാൽ അടുപ്പത്ത് ഉപയോഗിക്കുമ്പോൾ പുറമേ നല്ല കരി പിടിക്കൂല. പക്ഷെ എന്നാലും ആ പാത്രം പുറത്ത് എത്ര കരിയാണെങ്കിലും അകത്ത് എന്താണ്, നല്ല വൃത്തി ഉണ്ടാകണം. അപ്പോഴേ നമ്മൾ പാകം ചെയ്യൂലേ. പുറവും അകവും വൃത്തികേടാണെങ്കിൽ അതിൽ നമ്മൾ എന്തുണ്ടാക്കൂല, ഭക്ഷണം ഒരിക്കലും പാകം ചെയ്യൂല, കഴിക്കൂല അല്ലെ? ആ പാത്രം വൃത്തി ഉണ്ടെങ്കിലേ നമുക്ക് അതിൽ എന്തെങ്കിലും ഇട്ട് കഴിക്കാൻ തോന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ നമ്മളെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കേണ്ടത്
നമ്മളെ പുറമേ അല്ല, നമ്മളെ ശരീരത്തിന്റെ ബാഹ്യമായ രൂപത്തെയല്ല ഏറ്റവും ഭംഗിയാക്കേണ്ടത് നമ്മളുടെ ആന്തരികമായ, നമ്മുടെ ഹൃദയത്തെ, നമ്മളെ മനസ്സിനെ, നമ്മളെ നഫ്സിനെ, എന്ത് വേണമെങ്കിലും പറയാം. ഇത് മൂന്നും എന്താണ്, ഒന്നാണോന്ന് വെച്ചാൽ ഒന്നാണ്, പക്ഷെ ഒന്നല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അത് വൃത്തിയുള്ളതാക്കാം, വിശാലത ഉള്ളതാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരുടെയും ഹൃദയങ്ങള് ശരിക്കും പറഞ്ഞാല് പ്യുവർ ആണ്. ജന്മം കൊണ്ട് അത് ശുദ്ധമാണ്, പരിശുദ്ധമാണ് അല്ലെ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അപ്പോ ഫിത്ര എന്നുള്ള ആ ഒരു അവസ്ഥ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. ഫിത്ര, ആ ശുദ്ധ പ്രകൃതി. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് അത് ചിലപ്പോ കറ പിടിച്ചതായി പോയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ എന്താക്കണം, അതിനെ നമുക്കൊന്ന് ശുദ്ധീകരിക്കണം അല്ലെ. ഇൻഷാ അള്ളാഹ്. അപ്പോഴല്ലേ നമുക്കതിലെ നല്ല മനോഹരമായി കൊണ്ടു നടക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു പാത്രം തന്നെ വീണ്ടും ഉദാഹരണം എടുക്കാം, കാരണം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്, സ്ത്രീകളാണ്. പാത്രങ്ങളോട് മല്ലിടാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവില്ല അല്ലെ. അപ്പം നമ്മൾ എന്തെങ്കിലും പാകം ചെയ്ത് കരിഞ്ഞുപോയി, ഒരു ചട്ടിയിൽ എന്തെങ്കിലും പാകം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കരിഞ്ഞുപോയി. ആ ചട്ടി പിന്നെ കഴുകാതെ വൃത്തിയാക്കാതെ വീണ്ടും നമ്മൾ അതിലേക്ക് പാകം ചെയ്താൽ എന്തായിരിക്കും, അടുപ്പത്ത് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ. കൂടുതൽ അത് കരിഞ്ഞു പിടിക്കും. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് അടി പിടിച്ച് കരിഞ്ഞു പോകില്ല. അത് വൃത്തിയാക്കാതെ കഴുകാതെ ആ കരിഞ്ഞു പിടിച്ച ഭാഗം വൃത്തിയാക്കാതെ നമ്മൾ അതിലേക്ക് ഒരു പാകം ചെയ്യാന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അത് കൂടുതൽ കറുത്തിരുണ്ട് കരി അധികമാവാന്നല്ലാതെ അതിനെക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിന്റെയും അവസ്ഥ, നമ്മുടെ കൽബിന്റെയും അവസ്ഥ. കൽബ് എന്താവണം, അത് പരിശുദ്ധമാക്കി നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം അതിനെന്തെല്ലാം മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് എന്ത്, ഹൃദയ വിശാലത എന്നുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അലം നഷ്റഹ് ലക സ്വദറക്, നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അലം നഷ്റഹ് ലക സ്വദറക്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദൂതൻ റസൂലിന് നൽകിയ അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞത് അല്ലെ. ഹൃദയ വിശാലത, അതായത് ആ ഹൃദയ വിശാലത എന്ന് പറയുമ്പോ ഏതെല്ലാം നിലക്കുള്ളതാണ്, എല്ലാ മത നിയമങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്ത് പിന്നെ അതായത് എല്ലാ നിലക്കുമുള്ള ഉത്കൃഷ്ട സ്വഭാവങ്ങളെ സ്വീകരിക്കാൻ, പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, എല്ലാ നന്മകളും ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിക്കാൻ അല്ലെ. അതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയത്, ഹൃദയത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശാലമുള്ളതാക്കി കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അത് ഒരിക്കലും എന്താണ്, നന്മകൾക്ക് തടസ്സം വരാത്ത അല്ലെ, നന്മകൾക്ക് ഒരു പ്രയാസം വരാത്ത രീതിയിൽ കുടുസാക്കിയിട്ടില്ല അള്ളാന്റെ റസൂലിന്റെ ഹൃദയത്തെ. അല്ലാഹു തആല വിശാലമാക്കി. അപ്പം നമുക്കും ആ ഒരു വിശാലത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. നല്ലൊരു പ്രാർത്ഥന ഉണ്ട് അല്ലെ, ഹൃദയവിശാലത ലഭിക്കാനുള്ള നല്ലൊരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും ആ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും അത് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയാണ് അല്ലെ. മൂസാ അലൈഹിസ്സലാം ഫിറഔന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്താണ്, റബ്ബിശ്റഹ് ലീ സദ്രീ, നമ്മളെ ഹൃദയത്തിന് വിശാലത നൽകണേ, എന്റെ ഹൃദയത്തിന് വിശാലത നൽകണേ അല്ലാ. ഹൃദയം വിശാലമായാലാണ് അതിലേക്ക് എന്ത് വരുള്ളൂ, അള്ളാന്റെ നൂറ് വരുള്ളൂ അല്ലെ. ഹൃദയം വിശാലമായിട്ടില്ലെങ്കിൽ അതിലെന്താവൂല, നൂറുണ്ടാവൂല, വെളിച്ചം ഉണ്ടാവൂല, തെളിച്ചം ഉണ്ടാവൂല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പാത്രം എന്ന് പറയുന്നത് വൃത്തി ഉണ്ടെങ്കിലാണ് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനൊക്കുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ ഹൃദയം എപ്പോഴും എന്താകണം, പ്രകാശപൂരിതമാകണം.
അല്ലെ? കമിഷ്കാത്തിൻ ഫീഹ മിസ്ബാഹ് പോലെ കെടാവിളക്കായിട്ട് നമ്മളെ ഹൃദയത്തെ നമുക്ക് എപ്പോഴും പ്രകാശിപ്പിക്കാൻ കഴിയണമെങ്കിൽ നമ്മളെ ഹൃദയത്തിന് എന്തുണ്ടാകണം? അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി വഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. ഏതൊരുത്തന് അല്ലാഹു തആല ഇസ്ലാം കൊണ്ട് അവന്റെ ഹൃദയത്തിന് വിശാലത നൽകിയോ, അതായത് ഇസ്ലാമാകുന്ന ആ സന്മാർഗം അല്ലാഹു തആല ആ ഹൃദയങ്ങൾക്ക് നൽകിയോ, അവനെന്താണ്? അവന് അള്ളാന്റെ നൂറിലാന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ആ നൂറിലേക്ക്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ആ ഹൃദയ വിശാലത നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു തആലേന്റെ അടുത്ത് നമ്മളത് നേടിയെടുക്കണം. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ ഹൃദയ വിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് അല്ലെ? ശരിക്കും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനവുമായി ഇറങ്ങിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം ശത്രുത വെച്ച് പുലർത്തിയവരായിരുന്നു അല്ലെ? വല്ലാതെ ശത്രുത വെച്ച് പുലർത്തുക എന്ന് മാത്രല്ല, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അത്രയും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രയാസം എന്ന് പറഞ്ഞാല് ഒരു അല്ലെ, ഓരോ മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറത്തേക്ക് പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അവര്. പല രൂപത്തിൽ അവര് ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടേയിരുന്നു അല്ലെ? അങ്ങനെ ക്രൂരമായ രീതിയിൽ പോലും പീഡിപ്പിച്ച ആ സമൂഹത്തിന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയം നൽകുന്നുണ്ട് അല്ലെ? പിന്നീട് മക്കയിലെ പ്രയാസങ്ങൾ അള്ളാഹു തആല അവിടെ സഹിക്കാൻ പറ്റാതെ ഹിജ്റ പോയി മദീനയിൽ ചെന്ന് അവിടെ കഴിച്ചു കൂട്ടി കുറച്ചു കാലത്തിന് ശേഷം മക്ക വിജയിച്ച് അല്ലെ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിൽ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ അവിടെ ആ ഒരു ദിവസത്തിൽ പോലും അല്ലെ, ആ ഒരു ദിവസം അള്ളാന്റെ റസൂലിനെ ആ മക്കയിൽ തന്നെ പീഡിപ്പിച്ച പ്രയാസപ്പെടുത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള എല്ലാവിധ അധികാരവും ഉണ്ടായിരുന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? എല്ലാരോടും എന്താ പറഞ്ഞത്? ഇദ്ഹബൂ ഫഅൻതും തുലഖാ, അല്ലെ? നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ എല്ലാരും പൊയ്ക്കോ, നിങ്ങൾക്ക് എല്ലാവർക്കും വിടുതൽ തന്നിട്ടുണ്ട്. അപ്പം പിന്നെ അത്രയും വിശാലമായ മനസ്സിന്റെ ഒരു ഉടമയായിരുന്നു ആര്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റപ്പെട്ട് ഒരു വൃക്ഷത്തിനരികില് ഓരോ ആയുധവും ഇല്ലാതെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഒരാള് വന്നിട്ട് പിന്നെ വാൾ ഓങ്ങിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വന്ന്, എന്നിട്ട് അയാൾ ചോദിക്കില്ലേ, ആരുണ്ട് നിന്നെ ഇപ്പൊ രക്ഷിക്കാൻ? ആരാ ഇപ്പൊ നിന്നെ രക്ഷിക്കാനുള്ള അല്ലെ? വാൾ ഓങ്ങിക്കൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കാന്ന്, ഒറ്റയ്ക്ക് ആരുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആരുമില്ല, കയ്യിലാണെങ്കിൽ ഒരു ആയുധവും ഇല്ല. അങ്ങനെ ഒരു സമയം. അപ്പോ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത് മറുപടി? ആരുണ്ട് നിന്നെ രക്ഷിക്കാന്ന് ചോദിച്ചപ്പോ അപ്പൊ തന്നെ മറുപടി എന്താ പറഞ്ഞത്? അള്ളാഹു. സുബ്ഹാനല്ലാഹ് അല്ലെ? അത് കേട്ട സമയത്ത് ആ ശത്രുവിന്റെ കൈ തളർന്നു പോയി എന്ന് പറയുന്നത്. അയാളെ വാള് കയ്യിൽ നിന്ന് നിലത്ത് വീണു. അതേ വാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിലെടുത്ത് ശത്രുവിന്റെ നേരെ നീട്ടുകയല്ല ചെയ്തത് അവിടുന്ന് അല്ലെ? എന്താ പറഞ്ഞത്? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാ? കിട്ടിയ അവസരം അല്ലെ, പകരം വീട്ടാൻ, തിരിച്ചൊന്ന് പ്രതികരിക്കാൻ നമുക്ക് അവസരം കിട്ടുമ്പോ നമ്മൾ എന്തായാലും അതെന്താക്കൂല, നഷ്ടപ്പെടുത്തൂല അല്ലെ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പക്ഷെ ആ മനുഷ്യനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ? നീ പോയിക്കോ, നീ പോയിക്കോ എന്നിട്ട് മാപ്പ് കൊടുക്കുകയും ചെയ്തത്. അതുപോലെ ഈ പറഞ്ഞ മക്കയിൽ നിൽക്കാൻ കഴിയാതെ വന്ന സമയത്ത് ത്വായിഫിലേക്ക് പോകുന്നുണ്ട് അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സത്യം പറഞ്ഞാല് നിക്കപ്പൊറുതി ഇല്ലാതെ അല്ലെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു ചിത്രം നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് അല്ലെ. നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്നപ്പോ അവരവിടെ കല്ലെറിഞ്ഞു ഓടിക്ക ചെയ്തത് അല്ലെ.
കാലിൽ നിന്നൊക്കെ പൊട്ടി രക്തം ഒഴുകി അങ്ങനെ അള്ളാന്റെ റസൂല് പ്രയാസപ്പെട്ട ആ സമയത്ത് പോലും എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്? എന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവേ, എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്ന് പറഞ്ഞ്. അള്ളാഹുവെ, എന്റെ ജനതക്ക് നീ പുറത്തു കൊടുക്കണം, അവർക്കൊന്നും അറിയില്ല, അവർ അറിവില്ലാത്തവരാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താണല്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ പാഠം ഉൾക്കൊള്ളാനുള്ളതാണിത്. നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടവരാണ് ഇതിൽ നിന്നൊക്കെ. നമ്മളോ, നമുക്ക് എത്രത്തോളം ഹൃദയവിശാലത ഉണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭം നമ്മളുടെ നേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മള് എത്രത്തോളം വിട്ടുവീഴ്ച മനോഭാവം നമുക്കുണ്ട്. പോട്ടെ, സാരമില്ല അല്ലെ എന്ന് വെക്കാൻ കഴിയും. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്, നമ്മളെ ഉപദ്രവിച്ച, നമ്മളെ പ്രയാസപ്പെടുത്തിയ, നമ്മളെ കഷ്ടപ്പെടുത്തിയ, നമ്മളെ ദ്രോഹിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അവിടെ ഒരു മനസ്സ് വലിയ വിശാലത വേണം അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അത്തരത്തിലുള്ള വിശാലമായ ഹൃദയത്തിന് ഉടമകളാക്കിയ അള്ളാഹു നമ്മളെ എല്ലാരെയും മാറ്റിത്തരട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾക്കും നൽകിയ ആ ഒരു ഹൃദയവിശാലത അല്ലെ, അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം ഹൃദയവിശാലത ലഭിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തെല്ലാന്ന് നമുക്കതൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നുണ്ട്, അറിയോ? أعوذ بالله من الشيطان الرجيم. فمن يريد الله أن يهديه يشرح صدره للإسلام ومن يريد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون. എന്താ അല്ലാഹു തആല പറയുന്നറിയോ? ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ, ഹിദായത്ത് നൽകാൻ, ഏതൊരാൾക്ക് ഹിദായത്ത് നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ, യഷ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ്. ഏതൊരാളെ അള്ളാഹു വഴിപിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയം ഇടുങ്ങിയത്, യജ്അൽ സദ്റഹു ളയ്യികൻ ഹറജൻ, ഇടുങ്ങിയതാക്കും, ഞെരുങ്ങിയതാക്കി തീർക്കും. അങ്ങനെ എന്താണ്, ആകാശത്തിലൂടെ കയറിപ്പോകുന്നത് പോലെ വിശ്വസിക്കാത്തവരുടെ മേൽ അപ്രകാരം അള്ളാഹു ശിക്ഷ ഏർപ്പെടുത്തുന്നു. അങ്ങനെയാ പറഞ്ഞത് അല്ലെ. അപ്പം ഹൃദയങ്ങൾക്ക് അള്ളാഹു തആല ഹിദായത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു തആല വിശാലമായ ഹൃദയം നൽകി ഇസ്ലാമിന്റെ ആ ഓരോ വിശ്വാസ ആചാരങ്ങളും മുറുകെ പിടിക്കാനുള്ള ആ ഒരു ഇത് അള്ളാഹു തആല നൽകുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതേസമയം ഹിദായത്തിലാക്കാതെ വഴിപിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഹൃദയങ്ങളോ ഈ പറഞ്ഞതൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാത്ത വിധം കുടുക്കി ഞെരുക്കി അങ്ങനെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ ല്ലേ. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ ല്ലേ. ഏതൊരാളുടെ ഹൃദയത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാഹു വിശാലത നൽകുകയും അങ്ങനെ തന്റെ റബ്ബിൽ നിന്നുള്ള ആ പ്രകാശത്തിലായിരിക്കുകയും ചെയ്തുവോ, അവൻ എന്താണ് പിന്നെ അവൻ ഫഹു അലാ നൂരി മിർ റബ്ബിഹി എന്ന് പറയുന്നത് അല്ലെ, അവൻ അള്ളാന്റെ പ്രകാശത്തിലാണ്. എന്നാൽ അള്ളാന്റെ ദിക്റിനെ തൊട്ട് അകന്നു കഴിയുന്ന ഹൃദയങ്ങൾ എന്താണ്, ഖാസിയത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞല്ലേ, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, അങ്ങനെയുള്ളവർക്ക് ഫവൈലുൻ, നാശം എന്നാ പറഞ്ഞിട്ടുള്ളത്. നാശം എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അവര് വ്യക്തമായ വഴികേടിലാണ്. വലാലിൻ മുബീൻ. അപ്പം ഇസ്ലാം, അപ്പൊ ഒന്നാമത്തെ ഹൃദയവിഷാദം ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഹിദായത്തിനെ പരിപൂർണമായും സ്വീകരിക്കുക എന്നുള്ളതാണ്. പരിപൂർണമായും നമ്മൾ സ്വീകരിക്കാൻ നമ്മളെ ഹൃദയത്തിന് അല്ലാഹു തആല വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ല്ലേ. ഹൃദയങ്ങൾ കടുത്തു പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ
പ്രയാസകരമായ ഒരു അവസ്ഥയാണ്. അള്ളാഹു തആലയുടെ വിധിവിലക്കുകൾ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങനെ ജീവിക്കുമ്പോ തന്നെ നമുക്ക് അല്ലെ ഒരുപാട് നമ്മളെ ഹൃദയങ്ങൾക്ക് വലിയൊരു സമാധാനം ഫീൽ ചെയ്യും. സത്യം പറഞ്ഞാൽ അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ഈ പരിശുദ്ധ ഖുർആനിലേക്ക് നമുക്ക് എടുക്കുമ്പോ എന്തെന്നില്ലാത്തൊരു അനുഭൂതി നമുക്ക് കിട്ടുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ഖുർആനിനെ അടുത്തറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അടുത്തറിയണം. ആ റബ്ബിന്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിക്കാൻ, ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വരുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്നറിയോ? തഖ്വ എന്ന ആ ഒരു ഇതിൽ നിന്ന് വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഹൃദയം സമാധാനമടയാൻ, ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു കാര്യമാണെന്ത്? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ. സുബ്ഹാനല്ലാഹ്. ആമനു അല്ലെ, വിശ്വാസം വേണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഏകത്വത്തിൽ. അള്ളാഹ് മാത്രാണ് എനിക്ക് എന്തിനും ഏതിനും എന്റെ റബ്ബ് മാത്രം എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ റബ്ബിലേക്ക് അങ്ങ് എന്താ പറയാ, അങ്ങ് ചേരണം അല്ലെ. നമ്മൾ റബ്ബിലേക്ക് നമുക്കിങ്ങനെ അടുക്കാൻ കഴിയണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിനെ നമ്മൾ അടുത്തറിയുമ്പോൾ നമ്മളെ റബ്ബിലേക്ക് നമുക്ക് എത്രമാത്രം അടുക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. അൽഹംദുലില്ലാ. ശരിക്കും ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പറയാം. സൂറത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥതലങ്ങൾ, അതിന്റെ ആശയം, അതിന്റെ വിശദീകരണം, അതിലൂടെ നമ്മൾ ശരിക്കും ഒന്നിങ്ങനെ പോകാൻ, മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ പാരായണം ചെയ്യാൻ എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹ 5 നേരത്തെ നിസ്കാരങ്ങളിൽ നമുക്കിങ്ങനെ പാരായണം ചെയ്യുമ്പോണ്ടല്ലോ, ശരിക്കും ആ ഫാത്തിഹ നമ്മളിങ്ങനെ കൽബ് കൊണ്ട്, നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റബ്ബിനെ നമുക്ക് നേരിൽ കാണുന്ന ഒരു അനുഭൂതി തന്നെയാണ്. കാരണം ഫാത്തിഹ ഓതുമ്പോ പറയുന്നില്ലേ അല്ലെ, നമ്മൾ പറയുമ്പോ റബ്ബ് തിരിച്ച് മറുപടി പറയുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴായി നമ്മൾ ക്ലാസ്സുകളിൽ കേട്ട കാര്യമാണ്. അത് നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ അത് ഏറ്റെടുത്തിട്ട് നമ്മൾ ആ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്ത് നോക്ക്. എന്തിനും ഏതിനും എല്ലാറ്റിനും സൂറത്തുൽ ഫാത്തിഹ അല്ലെ നമുക്ക് അള്ളാന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ശരിക്കും അതൊരു ഓപ്പണിങ് തന്നെയാണ്. നമ്മളെ ഹൃദയത്തെ തുറക്കാൻ ഇതിലും വലിയ വേറൊരു താക്കോൽ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ അതിനെ അറിയണം. സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ഖൽബ് കൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുമ്പോൾ നമ്മളെ റബ്ബിനെ ശരിക്കും അടുത്തറിയാൻ കഴിയും. അർ-റഹ്മാനി റഹീം എന്ന് പറയുമ്പോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ, മാലികി യൗമിദ്ദീൻ എന്ന് നമ്മളിങ്ങനെ പാരായണം ചെയ്യുമ്പോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മളെ ഖൽബ് നമ്മളെ റബ്ബിലേക്ക് ഇങ്ങനെ ചാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അല്ലാഹു അക്ബർ. നമുക്ക് അള്ളാഹു ഏറ്റവും നല്ല മനസാന്നിധ്യത്തോടെ ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ നമുക്ക് പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കണം കേട്ടോ, എപ്പോഴും പ്രാർത്ഥിക്കണം. എന്ത് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിലേക്ക് എത്താൻ നമുക്ക് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രയാസം നീക്കിത്തരാൻ നമ്മളെ റബ്ബിന് മാത്രമേ കഴിയൂ. അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മൾ പലപ്പോഴും പ്രയാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ദുനിയവിയായ പല കാര്യങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെയാണ് നമ്മൾ പ്രയാസം എന്ന് പറയുന്ന കണക്കിൽ ഉൾപ്പെടുത്താറുള്ളത് അല്ലെ. അങ്ങനെയല്ല. നമ്മളെ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് എന്തെല്ലാം തരത്തിൽ പ്രയാസങ്ങളുണ്ടോ അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രയാസങ്ങൾ. അതിൽ നിന്നാണ് നമ്മൾ ആ റബ്ബിനോട് രക്ഷ ചോദിക്കേണ്ടത്. ആ കാര്യങ്ങൾ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് റബ്ബിനോട് സഹായം തേടേണ്ടത്. അള്ളഹാനോട് നമ്മൾ ചോദിക്കണം.
നിസ്കാരം കറക്റ്റ് ആക്കാൻ കഴിയുന്നില്ലേ? നിസ്കാരം അതിന്റെ സമയത്ത് ഏറ്റവും ആദ്യം നിർവഹിക്കാൻ കഴിയുന്നില്ലേ? മനസാന്നിധ്യത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? അള്ളഹാനോട് പറയും, അള്ളാഹുവേ അല്ലെ, അള്ളാഹു നീ എന്നെ സഹായിക്കല്ല, എന്നെ നീ സഹായിക്ക റഹ്മാനെ, നിന്നിലേക്ക് അടുക്കാൻ, നിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു അടിമയാകാൻ എന്റെ ഹൃദയങ്ങൾക്ക് നീ വിശാലത താ അള്ളാ, എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നീ എനിക്ക് താ റബ്ബേ. ആരോടും ദേഷ്യമില്ലാത്ത, ആരോടും പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത, കുശുമ്പില്ലാത്ത നല്ലൊരു മനസ്സ് അല്ലെ, കാരുണ്യമുള്ള ഒരു ഹൃദയത്തിന്റെ, ദയയുള്ള, വാത്സല്യമുള്ള, വിട്ടുവീഴ്ച മനോഭാവമുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമയാക്കി താ റബ്ബേ. നമ്മൾ ചോദിക്കല്ലാനോട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ അല്ലെ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് നൽകിയ ഒരു ക്വാളിറ്റി എന്നത് വലാകിൻ ഹബ്ബബ ഇലൈഹിമുൽ ഈമാൻ എന്ന് പറഞ്ഞിട്ട് ഏതാണ് ആയത്ത്, സുഹൃത്ത് ഓർമ്മയില്ല പെട്ടെന്ന്. അതായത് അവർക്ക് അള്ളാഹു തആല അവർക്ക് ഈമാനിനെ അവർക്ക് പ്രിയപ്പെട്ടതാക്കി കൊടുത്തു. അള്ളാഹു തആല അവർക്ക്, സഹാബാക്കൾക്ക് അള്ളാഹു ആ ഈമാൻ പ്രിയപ്പെട്ടതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കണം അള്ളഹാനോട്, അള്ളാഹുവേ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കിത്ത അല്ലാഹ്, ഈമാനിനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കിത്ത. വസയ്യിൻഹു ഫി ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയത്തെ അതുകൊണ്ട് നീ അലങ്കരിച്ചിതാ. സഹാബാക്കൾക്ക് അത് നീ അത്രയും അലങ്കാരമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും നീ അതിനെ അലങ്കാരമാക്കിത്താ റബ്ബേ. നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ഇവിടെ ആ ഒരു പിന്നെ ഹൃദയവിഷാദത കിട്ടാനുള്ള രണ്ടാമത്തെ മാർഗമായി പറഞ്ഞത് എന്താണ്? വിധിക്കില്ല അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയില് വിശ്വസിക്കുകയും അള്ളാഹുവിനെ നമ്മൾ പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്യാം. പൂർണ്ണമായ തവക്കുൽ നമുക്ക് ഉണ്ടാകണം. ഒന്ന് ഓർത്തോക്ക്, അതായത് ഇപ്പം നമ്മള് എപ്പോഴും നമ്മൾ എടുത്തു പറയാറുള്ള ചില ചരിത്രങ്ങളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, മൂസ അലൈഹി സ്വലാമിന്റെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം എല്ലാവർക്കും സുപരിചിതമായ കാര്യമാണത്. മൂസ അലൈഹിസ്സലാം ആ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ അനുയായികളുടെ കൂടെ പോകുമ്പോ തന്റെ മുമ്പില് അറിയില്ല അല്ലെ, എങ്ങനെ ഒന്നും അറിയില്ല. ആ കടലിന്റെ മുമ്പിൽ എത്തിയപ്പോ എന്ത് ചെയ്യുമെന്ന് യാതൊരു നിശ്ചയവും ഉണ്ടായിട്ടില്ല, അറിയില്ല അല്ലെ. പക്ഷെ ഒരേ ഒരു കാര്യം, തവക്കുൽ, പൂർണ്ണമായും റബ്ബിലുള്ള ആ ഒരു യഖീൻ, ആ ഒരു വിശ്വാസം. എന്റെ റബ്ബുണ്ട് അല്ലെ, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. നമുക്കുണ്ടാകണം ഈ വിശ്വാസം, നമുക്കുണ്ടാകണം ഈ തവക്കുൽ. ഉണ്ടോ? നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ആകെ തളർന്ന് അയ്യോ ഇനി എന്ത് ചെയ്യലേ, എന്താ ഇനി ചെയ്യാ, ആകെ പ്രയാസപ്പെട്ട് എനിക്കിനി എന്റെ മുമ്പിൽ യാതൊരു വഴിയില്ലാലോ റബ്ബേ, ഞാനിനി പെട്ട് തന്നെ അല്ലേ, എൻ്റെ ഒരു വിധി, എൻ്റെ ഒരു വല്ലാത്തൊരു കഷ്ടപ്പാട്, എൻ്റെ ഒരു വല്ലാത്ത പ്രയാസം തന്നെ എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കല നമ്മൾ പതറിപ്പോകാൻ പാടില്ല, അല്ലെ. നമുക്ക് എപ്പോഴും ആ ഒരു വിശ്വാസം ഉണ്ടാകണം. എനിക്ക് എൻ്റെ റബ്ബ് വഴി കാണിച്ചു തരും, എൻ്റെ മുമ്പിൽ എനിക്കൊരു തുറവി എൻ്റെ റബ്ബ് തരും എന്ന ഒരു ഉറച്ച വിശ്വാസം. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനെ നമുക്ക് അള്ളാഹു നമ്മളെ ഹൃദയങ്ങൾക്ക് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മൂസ അലൈഹി സ്വലാമിന് ഉണ്ടായതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീക്കുണ്ടാരത്തിലേക്ക് ഇടുന്ന സമയത്ത് ഇബ്രാഹിം നബിക്ക് അറിയായിരുന്നോ അതിങ്ങനെ തണുപ്പാക്കി അള്ളാഹു തആല തരുന്നു? ഒരിക്കലും അറിയില്ല അല്ലെ. ആ ഇബ്രാഹിം നബിന്റെ യഖീൻ, ആ തവക്കുൽ, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കും ഉണ്ടാവണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. ആമീൻ. അല്ലെ, ആ നല്ല നല്ല ഈമാൻ, സ്ട്രോങ് ആയ ഈമാൻ അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്തിലെ, ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല,
പക്ഷെ എന്നാലും ഇതൊക്കെ പറയുമ്പോലെ നമ്മള് വിശ്വാസികളാണല്ലോ, അൽഹംദുലില്ലാ. ഓർമ്മപ്പെടുത്തൽ എപ്പോഴും വിശ്വാസിക്ക് ഗുണം ചെയ്യുന്ന, ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരുന്ന നല്ലതാ. നമ്മളും ചിലപ്പോൾ നമ്മളെ ജീവിതയാത്രയിൽ, ജീവിതം എന്ന് പറയുന്ന ആ യാത്രയിൽ പലപ്പോഴും ചിലപ്പോൾ ഈ ചെങ്കടലിന് മുമ്പിൽ അകപ്പെട്ടതുപോലെ പല സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ പെട്ടുപോകും. അള്ളാഹു ഇനി എന്ത് ചെയ്യും, അള്ളാഹ് ഇനി എന്താ ചെയ്യാല്ലേ, ആകെ ടെൻഷനായി ബേജാറായി പ്രയാസപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ എല്ലാവർക്കും ഉണ്ടാകും. ഓരോരുത്തർക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഫിറഔൻ ഉണ്ടാവും മുന്നിൽ ചെങ്കടൽ ഉണ്ടാകും, തീക്കുണ്ടാരുണ്ടാവും, നമ്രൂദ് ഉണ്ടാകും, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒക്കെ ഉണ്ടാകും നമ്മളെ മുമ്പില്. അപ്പോഴൊക്കെ നമ്മളെ മുമ്പിൽ എന്ത് വരണം? അള്ളാ എന്നുള്ള ആ ഒരു വിശ്വാസം. എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, അല്ലെ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഈ വചനങ്ങളൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണം. നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ, വിഷമം വരുമ്പോ നമ്മളെ മുമ്പിൽ ഇത് വരണം, ഈ ആയത്തുകൾ ഇങ്ങനെ വരണം. അൽഹംദുലില്ലാ, സമാധാനം അടിയാൻ. വേറെന്താ നമുക്ക് വേണ്ടത്? വേറെന്താ നമുക്ക് വേണ്ടതില്ലേ? സുബ്ഹാനല്ലാഹ്. അതുപോലെ മൂന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ധാരാളമായി അള്ളാഹുവിനെ സ്തുതി കീർത്തനങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. സുജൂദ്, ഇബാദത്തുകൾ അധികരിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ഇങ്ങനെ പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിത്തം താങ്കൾക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിനാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നീ എന്താക്ക്, നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യാനാ പറയുന്നത്. വക്കും മിനസ്സാജിദീൻ, പിന്നെയോ നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് ആ ഒരു യഖീൻ, ല്ലേ, ആ ഉറപ്പായ കാര്യം, അതായത് മരണം, അത് വന്നെത്തുന്നവരെ നിന്റെ റബ്ബിനെ നീ എന്താക്കുക? ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക. സുബ്ഹാനല്ലാഹ്. ശരിക്കും നിങ്ങൾ ഇതൊന്ന് പ്രാവർത്തികമാക്കി നോക്കണേ. എനിക്ക് ഭയങ്കര എഫക്ട് ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളിങ്ങനെ നല്ല പ്രയാസം അനുഭവിക്കുന്ന സമയത്തുണ്ടല്ലോ, ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റുകളൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോ ഉണ്ടല്ലോ, എവിടുന്നോ ഇങ്ങനെ സമാധാനം ഒഴുകി വരും. ഒന്നും ഒരു പ്രയാസമായിട്ട് തോന്നൂല. ചില സമയത്ത് പിന്നെ നമ്മളിപ്പോ ഏഹ് ജീവിതമാകുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഇപ്പൊ എന്നോട് എന്നെ എന്തെങ്കിലും തരത്തിൽ എന്നെ വഴക്ക് പറയുമ്പോ ഞാൻ ഇങ്ങനെ ദിക്റ് ചൊല്ലുന്നുണ്ടാവേ, ഞാൻ ഒന്നും മിണ്ടൂല, ഒന്നും പറയൂല, ഞാൻ ഇങ്ങനെ ദിക്റ് ഇങ്ങനെ ചൊല്ലും. അപ്പൊ പിന്നെ ഒരു ദിവസം എന്നോട് ചോദിക്കുന്നു, ഒരു ദിവസം ഇതുപോലെ എന്തോ ഒരു വഴക്ക് പറഞ്ഞു, അപ്പൊ ഞാനൊന്നും തിരിച്ചൊന്നും പറയൂല, ഞാനിങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഇങ്ങനെ ചൊല്ലും. അപ്പൊ പിന്നെ എന്നോട് ഒരു ദിവസം മുപ്പര് എന്നോട് ചോദിക്കുന്ന, ഞാനിങ്ങനെ നിന്നെ എന്തെങ്കിലും പറയുമ്പോ നീ എന്താണ്, നീ എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നതാ, മറ്റാ നീ ഇയാള് നശിച്ചു പോട്ട്, ഇയാള് അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതാ? എന്നോട് ഒരു ദിവസം ചിരിച്ചോണ്ട് ചോദിക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ എന്തോ പറഞ്ഞു ഞാൻ മിണ്ടാതിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാനേ ദിക്റല്ലേ അതാണ്, നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അതിനൊക്കെ കൂടുതലായിട്ട് ദിക്റല്ലാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അതിനെ കാണും. ഞാൻ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യും. പിന്നെ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശരിക്കും അപ്പൊ ഇല്ലേ, ഇവര് നമ്മളിപ്പം ചിലപ്പോ ഇങ്ങനെ പ്രകോപനപരമായ രീതിയിൽ ഇങ്ങനെ പലതും പറയല്ലോ, അപ്പൊ നമ്മള് തിരിച്ചെന്തെങ്കിലും പറയാനാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാകുക. നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയുമ്പോൾ അവർ പിന്നെയും എന്തെങ്കിലും പറഞ്ഞ് ഇതിങ്ങനെ കൊളുത്താനെല്ലാം ഇഷ്ടം ഉണ്ടാവില്ല ചില സമയത്ത്, ഇല്ലേ? പക്ഷെ ഞാനിങ്ങനെ നിൽക്കും, അപ്പൊ ഒന്നും തിരിച്ചു പറയാനേ തോന്നൂല. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവിടുന്ന് പറയുന്നതല്ലാതെ ഒരു പ്രയാസം എനിക്ക് തോന്നാറില്ല. ഇത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടാ. നമ്മൾ എപ്പോഴും വഴക്ക് പറയും, പിന്നെ അടിപിടിയാക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യയും ഭർത്താവും എന്നല്ല. പക്ഷെ എന്തായാലും കുടുംബജീവിതം എന്ന് പറയുമ്പോൾ, ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ ചട്ടിയും കലാകുമ്പോൾ തട്ടി മുട്ടി അങ്ങനെ പോവല്ലോ. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ഹൈറും ബർക്കത്തും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇങ്ങനെ എന്ത് പ്രയാസങ്ങൾ, എന്ത് ഇതുണ്ടാകുമ്പോഴും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം?
ധാരാളമായിട്ട് അള്ളാഹിനെ സ്തുതിക്കുക. അത് അള്ള പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ആര് നമ്മൾ എന്ത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാ അല്ലെ, ചില്ലറയാ? ചില്ലറൊന്നല്ല അല്ലെ. ഇതുപോലെ നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ ഈ ഒരു ദീനിന്റെ മാർഗത്തിലൊക്കെ ഇറങ്ങുമ്പോഴേ നമ്മൾ പലതും പലരിൽ നിന്നും കേൾക്കേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മളെ കുറിച്ച് ഒരിക്കലും വിചാരിക്കാത്ത, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും ഉണ്ടാവും ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന. സുബ്ഹാനല്ലാഹ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഭയങ്കര പ്രയാസം തോന്നും അല്ലെ. നമ്മൾ ഒരിക്കലും ചെയ്യാത്ത. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് സങ്കടം പറഞ്ഞപ്പോ ഞാൻ ഇതാ പറഞ്ഞോട്ടെ, നമ്മളെന്തിനാ അത് ആരെന്ത് പറഞ്ഞാലും നമ്മൾ അത് എന്താക്കണ്ട, മനസ്സിൽ കൊടുക്കണ്ട അല്ലെ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പോട്ടെ, സാരയില്ല അല്ലെ. ആരെന്ത് പറയുന്നത് നമുക്ക് കേൾക്കണ്ട. ഒന്നത് അവള് ശ്രദ്ധിച്ച നല്ലതാ. ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരുമ്പില്ലേ, അപ്പൊ അവരോട് പറയുന്നത് പറയണ്ട 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 അല്ലെ. എനിക്ക് ഒന്നും കേൾക്കണ്ട. എനിക്ക് ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല. അത് ഞാൻ എന്താക്കണ്ട, ചെവി കൊടുക്കണ്ട, മനസ്സിൽ കൊടുക്കണ്ട. അങ്ങനെ ആകുമ്പോ നമുക്ക് എന്ത് വരും എന്നറിയോ? ഒരു കുടുസത നമുക്ക് അനുഭവപ്പെടും. സ്വാഭാവികമാണ്, നമ്മൾ മനുഷ്യന്മാർ, നമ്മൾ മലക്കുകളൊന്നുമല്ല അല്ലെ. നമ്മൾ വളരെ ദുർബലരായ അള്ളാന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രയാസം ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്താക്കാൻ പാടില്ല, അവിടത്തേക്ക് നമ്മൾ കുടുങ്ങിപ്പോകരുത്. പ്രയാസം അവിടെ തന്നെ നമ്മൾ കുടുങ്ങിക്കിടക്കണ്ട. അതെല്ലാം എന്താക്കുക, തട്ടി മാറ്റിക്കളയാ. അതെല്ലാം അങ്ങോട്ട് ഒഴിവാക്കുക, മാറ്റി നിർത്താതിനെ. അള്ളാന്റെ ദിക്ർ കൊണ്ടുവരാത്തേക്ക്. എന്നിട്ട് നമ്മളെന്തെങ്കിലും ആരെങ്കിലും ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, പ്രാർത്ഥിക്കുക. സുബ്ഹാനല്ലാഹ്. അത് വലിയ ക്വാളിറ്റിയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴില്ലേ, ശരിക്കും നമുക്കറിയാലോ, നമ്മളെ മനസ്സറിഞ്ഞ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് എന്താക്കുക, പ്രാർത്ഥിക്കാൻ. എന്ത് മനപ്രയാസം ഉണ്ടെങ്കിലും ധാരാളമായി അള്ളാനെ സ്തുതിക്കുക, തസ്ബീഹുകൾ അധികരിപ്പിക്കുക, തഹ്മീദുകൾ അധികരിപ്പിക്കുക. പിന്നെ നിസ്കരിക്കാനാ പറയുന്നത്, സുജൂദ് ചെയ്യാനാ പറഞ്ഞത്. അതായത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. എന്ത് വന്നാലും എന്ത് വന്നാലും ഈ ഇബാദത്തുകളുടെ കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമ്മൾ കടുക്കാൻ, നമ്മളെ ഹൃദയങ്ങൾ വിശാലമാകാൻ അള്ളാഹു നിർദ്ദേശിച്ച കാര്യമാണ് ഇത്. വിശാലമായി നമുക്ക് കിട്ടാൻ നിർബന്ധ നിസ്കാരങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. നമുക്ക് അപകർഷതാബോധം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളെ അള്ളാഹു തആല ഈ ദുനിയാവിലേക്ക് അയച്ചത് നമ്മൾ ബാക്കിയുള്ള ആള് പറയുന്നത് കേട്ടിട്ട് വിഷമിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ സമയം അത് ഓർത്ത് നമ്മളെ സമയം പാഴാക്കി കരഞ്ഞിരുന്ന് കിടന്നുറങ്ങി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് എന്തിന് നമ്മള് അങ്ങനെയല്ല അല്ലെ നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട് അല്ലെ. എന്താ? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ. നമ്മളെ അള്ളാഹ്ക്കുള്ള ഇബാദത്തിൽ എന്തെങ്കിലും വീഴ്ച വരുന്ന ഒരു കാര്യം നമ്മളിൽ വരാൻ പാടില്ല എന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുക്കണം. ഉറച്ച തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം. പരിശുദ്ധ റമദാൻ നമ്മളെ മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. തീരുമാനങ്ങൾ എടുക്ക്, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്ക്. റമദാനിലേക്ക് ഒരുങ്ങാൻ അല്ലെ, നമ്മളെ ഹൃദയം വൃത്തിയാക്കി വെക്കാൻ, വിശാലമാക്കി വെക്കാൻ, ഒരുപാട് അമല് സാലിഹാത്തുകൾ ചെയ്യാൻ. ശരിക്കും അമല് സാലിഹാത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, സദക്ക ഇല്ല, ഇതൊക്കെ മാത്രാണ്. അതൊന്നല്ല. നമ്മളെ സ്വഭാവം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വിശാലമായ ഹൃദയത്തിൽ നിന്നാണ് അല്ലെ നല്ല ഇതുണ്ടാവും. നല്ല സുന്ദരമായ അല്ലെ പൂന്തോട്ടത്തിലാണ് നല്ല പൂക്കൾ ഉണ്ടാകുക, കായ്കനികൾ ഉണ്ടാകുക. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്. നമ്മളുടെ പൂന്തോട്ടം, നമ്മളെ ഹൃദയം എന്ന ഈ പൂന്തോട്ടത്തെ നമ്മളെപ്പോഴും മനോഹരമായി സൂക്ഷിക്കുക. നല്ല സുഗന്ധം പരത്തുന്ന, കാണാൻ ഇമ്പമുള്ള പൂക്കളും അതുപോലെ നല്ല മധുരമേറുന്ന പഴങ്ങളും കൊണ്ട് നല്ല ഒരു പൂന്തോട്ടമാക്കി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് മാറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ് നമ്മളെ ഈ ദുനിയാവിൽ സൃഷ്ടിച്ചെന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരണം.
നാലാമതായിട്ട് പറയുന്ന കാര്യം എന്താ അറിയോ? വസ്ബിർ, വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാ വലാ തഹ്സൻ അലൈഹിം വലാ തകു ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ ഇന്നല്ലാഹ മഅൽ ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അള്ളാഹു ആരുടെ കൂടെയാണെന്നാ പറഞ്ഞേ? ആരുടെ കൂടെയാന്ന് പറഞ്ഞെന്നറിയോ? മഅൽ ലദീന തഖൗ, തഖ്വയുള്ളവരുടെ കൂടെ. പിന്നെ വല്ലദീനഹും മുഹ്സിനൂൻ, സുഹൃതവാന്മാർ, നന്മ പ്രവർത്തിക്കുന്ന സദ്വൃത്തരായിട്ടുള്ള ആളുകളുടെ കൂടെയാണ്. അതുകൊണ്ട് നീ എന്താകാൻ പാടില്ല? വലാ തകു ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ. കുതന്ത്രം പ്രയോഗിക്കുന്ന ആളുകൾ അല്ലെ, സത്യനിഷേധികൾ, നിന്റെ മേൽ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ പറ്റി നീ എന്താക്കണ്ട? പ്രയാസത്തിലാകണ്ട. ആരെന്ത് പറഞ്ഞാലും നോ പ്രോബ്ലം, മനസ്സ് ഫ്രീ ആക്കി വിട്. അല്ലെ, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ. അള്ളാഹ് അവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ, അല്ലെ, മനസ്സിലാക്കാൻ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. പറയുന്ന ആളുകൾക്ക് പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാൻ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം തന്നെ പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ ആരെങ്കിലും പറയുന്ന കാര്യം ഇതുപോലെ നമ്മളും തന്നെ ആരെ കുറിച്ച് ഒന്നും പറയാൻ പോണ്ട കേട്ടാ. കാരണം എന്താ അറിയോ? നമ്മളെ അക്കൗണ്ട് കാലിയാവും. നമ്മൾ അറിയാണ്ട് അതിന് ചോർച്ച വരും. നമ്മൾ അറിയാണ്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ലീക്കാവും, പൈസ അങ്ങനെ പോവും. വേറെ ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും നമ്മൾ പറയാനോ ചെയ്യാനോ പോകണ്ട. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലെ, വിശാലമായ ഹൃദയങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. അവിടെ പ്രധാനമായിട്ടും സൊബ്ര പറഞ്ഞല്ലേ, വസ്ബിർ, നീ ക്ഷമിക്കുക. വമാ സൊബ്റുക ഇല്ലാ ബില്ലാ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ ക്ഷമിക്കാൻ കഴിയൂല എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലെ, അപ്പൊ അള്ളാഹു ക്ഷമയുള്ള, തഖ്വയുള്ള മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ ഉണ്ടല്ലോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമുണ്ട്. എന്താ അറിയോ? ഇൽമ് ഉണ്ടാകണം എന്നുള്ളത്. അറിവ് നമ്മൾ പഠിക്കണം. ഇന്ന് പഠിക്കാൻ നമ്മളെ മുമ്പിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അതിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. സമയമില്ലാവൂ, എനിക്ക് സമയമില്ല, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മള് നല്ല കാര്യങ്ങളിൽ നിന്നൊന്നും മാറി നിൽക്കണ്ട. മാറ്റി നിർത്തേണ്ട കുറെ വേണ്ടാത്ത കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്താം, ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കാം. ഹൈറായ രീതിയിൽ ഒരു ഇൽമ് കിട്ടുന്ന ഒരു സദസ്സ് നമ്മൾ വെറുതെ പാഴാക്കി കളയാൻ പാടില്ല. കിട്ടുന്ന അതിനു വേണ്ടി നമ്മൾ മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നത് പോലും നമുക്ക് പ്രതിഫലമാണ്. ഇപ്പൊ ഉച്ചയ്ക്ക് 2:30 ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിലേക്ക് നമ്മൾക്ക് ഇരിക്കാൻ, ഉറക്കം തൂങ്ങാതെ ഉറക്കച്ചടവില്ലാതെ നമുക്ക് ഇരിക്കാൻ, നമ്മൾ ആ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരത്തെ ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ അതുപോലും നമുക്ക് എന്താണ്? പ്രതിഫലാണ്. അല്ലെ, സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു നന്മ, ഒരു ഹൈറ് കിട്ടാൻ, ഒരു ഇൽമ നേടാൻ, അതിനു വേണ്ടി അല്ലെ, ഏതൊരാൾ അതിന് ആ വഴിക്ക് പുറപ്പെട്ടോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിൽ ഒരാൾ പുറപ്പെട്ടാല് അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി കൊടുക്കുന്ന പറഞ്ഞ. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതാണല്ലോ എളുപ്പമാവേണ്ടത്, അല്ലെ. അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം നമുക്കൊരു ഇൽമ ഉണ്ടെങ്കിലാണ് ആ ആ ഇൽമ അല്ലെ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. ഓരോന്നിന്റെയും ശ്രേഷ്ഠതകളും പ്രത്യേകതകളും ഒക്കെ നമ്മൾ അറിയണം. നമ്മൾ കുറെ പഠിച്ചെന്ന് വെച്ച് പഠിപ്പ് നിർത്താൻ പാടില്ല. ഇത്രയൊക്കെ മതി, ഇനി ഇതൊക്കെ ചെയ്തിട്ട് അടുത്ത പഠിക്കാം, അങ്ങനെയല്ല. ഇത് തുടർച്ചയായിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. കണ്ടിന്യൂസ്. അടുത്ത പറയുന്നത് എന്താ അറിയോ? ഹൃദയവിശാലത ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യം പറയുന്നത് എന്താ അറിയോ? ദഅ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക ഫഇന്ന സിദ്ഖ തുമഅനീനത്തുൻ വഇന്നൽ കദിബരീബത്തുൻ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക. കാരണം എന്തുകൊണ്ടെന്നാൽ സത്യം എന്നുള്ളത് സമാധാനവും അസത്യം എന്നുള്ളത് അസ്വസ്ഥതയുമാകുന്നു. ഇത് നമ്മളെല്ലാരും മുറുകെ പിടിക്കേണ്ട നല്ലൊരു ഉപദേശമാണിത്.
ഈ ഹദീസ് ഉണ്ടല്ലോ, ഇത് പല നിലക്കും നമുക്ക് ഉപയോഗപ്പെടും. പല നിലക്കും. ദഅ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക. സംശയമുള്ളതിനെ ഒഴിവാക്കുക, സംശയമില്ലാത്തത് എടുക്കാം. നമുക്ക് ഉറപ്പിൽ ഉറപ്പിക്കുക എന്ന് പറയും. ഉറപ്പായ കാര്യത്തിൽ നമ്മൾ ഉറപ്പിക്കാം, അല്ലെ? ഇത് ഫിഖഹിയായ പല മസാലകൾക്കും ഈ ഹദീസിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ നമുക്ക് റക്കായത്തുകളിലൊക്കെ ഒരു സംശയം വന്നാൽ, അല്ലെ, 2 3 നിസ്കരിച്ചത് നമുക്കൊരു സംശയം. ഇപ്പൊ 2 കാര്യത്തിൽ ഉറപ്പുണ്ട്, 3 എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. അപ്പൊ നമ്മൾ ഉറപ്പിൽ ഉറപ്പിക്കും. അപ്പൊ 2 എടുക്കുക, എന്നിട്ട് ഒന്നും കൂടി നിസ്കരിക്കുക, അല്ലെ? അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ വിഷയങ്ങളിലും സംശയമുള്ളതിനെ നമ്മൾ എന്താക്കണം? ഒഴിവാക്കണം. സംശയമുള്ളത് പിടിച്ച് കടിച്ച് തൂങ്ങി അതിന്റെ പിന്നാലെ പോകണ്ട, അതവിടെ മാറ്റി നിർത്ത്. നമുക്ക് ഉറപ്പായ കാര്യങ്ങൾ എത്ര ഉണ്ട്, ഇല്ലേ? ചില ആൾക്കാർ ചോദിക്കും, അത് ശരിയാണോ, ഇത് ശരിയാണോ, ഇങ്ങനെ ഒരു നിസ്കാരമുണ്ട്, അങ്ങനെ ഒരു നിസ്കാരമുണ്ട്, ഇത് ശരി, അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ, അല്ലെ, തസ്ബീഹ് നിസ്കരിക്കാൻ പറ്റുമോ, പിന്നെന്താ വേറെ എന്തൊക്കെയോ പേര് ഓരോരോരോന്ന് ചോദിച്ചു വരും. അതിന്റെ വിഷയത്തില് ഹദീസുകൾ ദുർബലമാണ്, അത് സംശയമുണ്ട്, ചിലര് അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇങ്ങനൊക്കെ അതൊരു സംശയമുള്ള കാര്യങ്ങളാണ്. നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ചെയ്താലാ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. കാരണം അതില്ലാത്തതാണെങ്കിൽ നമ്മളൊരു ബിദഅത്ത് ചെയ്തില്ലേ, അപ്പൊ നമ്മൾ തെറ്റുകാരാകും. നേരെ മറിച്ച് നമുക്ക് ഉറപ്പായിട്ടും ചെയ്താൽ പ്രതിഫലം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയുന്ന എത്ര കാര്യങ്ങളുണ്ട്, എത്ര സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, ഇല്ലേ? ഒന്നും വേണ്ട, നമുക്ക് 2 റക്അത്ത് വുളു എടുത്താല് നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചൂടെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ശരിയാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ എന്താക്കുക, ചെയ്യുക. സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ എന്താക്കണ്ട, ചെയ്യണ്ട, അതിനെ മാറ്റി നിർത്താം. അത് കാരണം എന്താ പറഞ്ഞാല്, സത്യം എന്ന് പറയുന്നത് സമാധാനവും, അസത്യം എന്ന് പറയുന്നത് അസ്വസ്ഥതയുമാണെന്നാ പറയുന്നത്. വെറുതെ അസ്വസ്ഥത ഉണ്ടാക്കണ്ടല്ലോ, അല്ലെ? അത് ശരിയാണോ തെറ്റാണോ, ശരിയാണോ തെറ്റാണോ, അവിടെ പോകാൻ പറ്റോ പോകാൻ പറ്റൂലേ, ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കൽ ഒഴിവാക്ക്. സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് അതാണ്. ഏറ്റവും നല്ലതാ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെ? നമ്മളെ അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അയ്യുക്കും അഹ്സനു അമൽ, അഹ്സന അമല ആരാ ചെയ്യുന്നത്? അഹ്സന, നമ്മൾ അമൽ ഏറ്റവും അഹ്സൻ ആകുന്നുണ്ടോ, അല്ല ഏറ്റവും നല്ലതാകുന്നുണ്ടോ, അതാ നമ്മൾ നോക്കേണ്ടത്. ആ കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെയും ചെയ്യാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അത് കുഴപ്പമില്ല എന്നല്ലേ ഉള്ളൂ. എന്നാൽ ഏറ്റവും നല്ലത് ഇതാണ്. ഓ ആണോ, എന്നാ പിന്നെ അതെടുക്കാം, അതാ നല്ലത്. ഏറ്റവും നല്ലത് ഏതാ, അത് സെലക്ട് ചെയ്യാനുള്ള ഒരു വിശാലമായ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. 6ാമത്തെ കാര്യം പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. وَيُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് ശമനം, അല്ലെ, ഷിഫ, പിന്നെ റഹ്മ, കാരുണ്യമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. അല്ലെ, മനുഷ്യരെ, നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സതുപദേശം വന്നിട്ടുണ്ട്, അല്ലെ? മിർ റബ്ബിക്കും വശിഫാഉൻ, ഷിഫ, അല്ലെ, ശമനം, ലിമാ ഫിസ്സുദൂർ, മനസ്സുകളിലുള്ള രോഗങ്ങൾക്ക് നിങ്ങൾക്ക് ഷിഫ വന്നിട്ടുണ്ട്, അല്ലെ? പിന്നെ വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഹുദയാണ്, റഹ്മത്താണ്, സന്മാർഗദർശനം, കാരുണ്യം. ശരിക്കും ഈ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ മുറുകെ പിടിക്കുക, പാരായണം, തദബ്ബുർ ചെയ്യണം, അല്ലെ, ചിന്തിക്കണം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ലിയദ്ദബ്ബറു, അല്ലെ, ചിന്തിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ആയാതിഹി, ഇതിലെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹു തആല അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം, അല്ലെ, അള്ളാന്റെ കലാം.
അതാണ് നമ്മളെ കയ്യിലുള്ളത്. സുബ്ഹാനല്ലാഹ്. അത് നമ്മളെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ എന്താക്കണം, സൂക്ഷിക്കണം. ഹൃദയത്തില് ശരിക്കും നമ്മളെ ഹൃദയം വിശാലമാകാൻ, ഹൃദയം സോഫ്റ്റ് ആകാൻ, ഹൃദയം ക്ലീൻ ആൻഡ് ക്ലിയർ ആകാൻ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ, അതുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുക, പഠിക്കുക. ഹിഫ്ള് മാത്രത്തിൽ ഒതുക്കണ്ട. ഹിഫ്ള് എന്നുള്ളത് വേണം, അത്യാവശ്യം തന്നെയാണ്. പക്ഷെ പാരായണം, ഹിഫ്ള്, അതിലുപരിയായിട്ട് നമ്മൾ അതിനെ എന്താക്കണം, തദബ്ബുർ ചെയ്യണം, ഉറ്റാലോചനയോടുകൂടി. തഫ്സീർ പഠിക്കാൻ ഇന്ന് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഇന്ന് എവിടെയും പോകാതെ തന്നെ നമ്മളെ വീടുകളിൽ, നമ്മളെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് നമുക്കിന്ന് ഖുർആനിനെ തദബ്ബുർ ചെയ്യാനുള്ള തആല അവസരം തന്നില്ലേ. നമ്മൾ എത്ര വലിയ സൗഭാഗ്യവാന്മാരാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും അനുഗ്രഹം നമുക്ക് തന്നിട്ട് നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അള്ളാഹു തആലന്റെ ഈ പരിശുദ്ധ ഖുർആൻ, പല അക്കാഡമികൾ അല്ലെ, പല സൂറത്തുകൾ, നമുക്ക് തഫ്സീർ, ഏതെല്ലാം വിധത്തിൽ നമുക്ക് അല്ലെ നമ്മളെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, നേർവഴിക്ക് നയിക്കാൻ എത്ര ആൾക്കാരെ മെനക്കിടുന്നേ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഓരോരുത്തരും. എത്ര ആൾക്കാരെ നമുക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പോലും അല്ലെ നമ്മള് ശരിക്കും ഓരോരുത്തരും ഓരോ ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി ഖുർആനിന്റെ ആയത്തുകള് അത് തദബ്ബുർ ചെയ്ത് നമുക്ക് പറഞ്ഞു തരുമ്പോ അവരെത്ര മെനക്കെടുന്നുണ്ട് എന്നറിയോ, എത്രമാത്രം മെനക്കെടുന്നുണ്ട്. പക്ഷെ നമ്മളോ, നമുക്ക് നമ്മള് അവര് മെനക്കെട്ടിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു, പക്ഷെ നമ്മൾ അതിനെ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല അല്ലെ പലപ്പോഴും. ചിന്തിച്ചു നോക്ക്. നല്ലൊരു അവസരമാണ് അല്ലെ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഖുർആനിലെ ആയത്തുകളെ പറ്റുന്നത്ര തദബ്ബുർ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മളെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഏതിലെങ്കിലും ഒന്നിൽ കയറി പിടിക്കുക, ഏതെങ്കിലും ഒന്നിൽ കയറി പറ്റി, എന്നിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. എല്ലാം കൂടി വാരി വലിച്ചിട്ടിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. ഏതെങ്കിലും ഒന്നിൽ നല്ല കോൺസെൻട്രേഷൻ കൊടുക്കുക. എല്ലാം കേൾക്കാനും പിന്നെ മനസ്സിലാക്കാനും പിന്നെ സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ എല്ലാം ചെയ്ത, പക്ഷെ ഏതെങ്കിലും ഒന്നിൽ നല്ല പോലെ എന്താക്കുക, ശ്രദ്ധ കൊടുക്കുക, പഠിക്കുക. അള്ളാഹു തആല അതിന്റെ ശരിയായ തദബ്ബുർ ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ ഹൃദയവിശാലത ലഭിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അത് വീണ്ടും പറയുന്ന ഒരു 8ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്ന ഇൽമ് നേടുക എന്നുള്ളത്. ഹൃദയം അല്ലെ, മതത്തിൽ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹൃദയവിശാലത ഉണ്ടാകും. അറിവ് ഇല്ലാതാകുന്നതിനനുസരിച്ച് ഹൃദയങ്ങൾക്ക് ഇടുക്കമുണ്ടാകും. ശരിക്കും അത് ശരിയാണ്. അള്ളാഹു തആല ചോദിച്ചിട്ടില്ലേ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ. ശരിക്കും നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഖുർആനിലേക്ക് ഇറങ്ങി ഖുർആൻ പഠിക്കാൻ തുടങ്ങി എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. നമുക്ക് ശരിക്കും ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ആ രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ എഫക്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. മാറ്റണം ശീലങ്ങൾ അല്ലെ. നമ്മൾ ശീലിച്ചു പോയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ശീലങ്ങൾക്ക് പിന്നാലെയല്ല നമ്മൾ പോകേണ്ടത്, നമ്മൾ അല്ലാഹു തആലന്റെ കൽപ്പനകൾക്ക് പിന്നാലെയാ പോകേണ്ടത്. വാതിഉല്ലാഹ വാതിഉർ റസൂല ലഅല്ലക്കും തുർഹമൂൻ അല്ലെ. നിങ്ങൾ അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും അനുസരിക്കുക, നിങ്ങൾക്ക് അള്ളാഹു കരുണ ചെയ്യപ്പെട്ടേക്കാം, അള്ളാഹിന്റെ കാരുണ്യം ലഭിച്ചേക്കാം. അപ്പൊ അറിവ് നേടുന്ന കാര്യത്തില് നമ്മൾ ഒരിക്കലും പിന്നോക്കം പോകാൻ പാടില്ല. കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗപ്പെടുത്താം. പഠിക്കാനും ഇതിനൊക്കെ മെനക്കെടുന്ന സമയത്ത് നമ്മൾ സ്ത്രീകളാണ്, ഞാൻ പ്രത്യേകം ഉണർത്തുന്നു,
പഠനം എന്നുള്ളതിന് പ്രാധാന്യം ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ നമ്മളെ മുമ്പിലുള്ള ഉത്തരവാദിത്തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാവരുത് പഠനം. എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം. ഒരു ബാലൻസിങ് സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയണം അല്ലെ. എല്ലാം വേണം. കുടുംബം വേണം അല്ലെ. ഭർത്താവിനെ പരിചരിക്കുന്ന കാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. കുടുംബം, മക്കള്, മാതാപിതാക്കൾ, പ്രായമായവരുണ്ടെങ്കിൽ അങ്ങനെ അയൽവാസികളോട്, കുടുംബക്കാരോട് കുടുംബ ബന്ധം ചേർക്കുന്ന വിഷയത്തിൽ എല്ലാത്തിലും നമുക്ക് എന്താകാൻ കഴിയണം? നല്ലൊരു പെർഫെക്റ്റ് മുസ്ലിം അല്ലെ, ഒരു ബാലൻസ്ഡ് മുസ്ലിമ നമുക്കാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എല്ലാത്തിനും അത്യാവശ്യമായ കാര്യമാണ് എന്ത്? ഹൃദയ വിശാലത എന്ന് പറയുന്നത്. നല്ലോണം പ്രാർത്ഥിക്കണേ. എല്ലാരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ. നമ്മൾ സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കല്ലേ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടാൻ പ്രാർത്ഥിക്കും. എല്ലാവർക്കും കിട്ടാൻ അല്ലെ. എല്ലാവർക്കും ഹൃദയ വിശാലത കിട്ടാൻ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരാൻ, പ്രവർത്തിക്കാൻ, പ്രാവർത്തികമാക്കാൻ, നിലനിർത്താൻ, സമാധാനത്തോടെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ, സന്തോഷത്തോടെ സമാധാനത്തോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ല്ലേ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ. ല്ലേ. എന്താണ്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. എന്തൊരു സുഖമുള്ള വാക്കാന്നതിലെ. നമ്മൾ മരിക്കുന്ന സമയത്ത് ഈ വാചകങ്ങൾ നമുക്ക് കേൾക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദേ, മനസ്സമാധാനം അടഞ്ഞ ആത്മാവേ, എന്തൊരു റാഹത്തായിരിക്കും ആ യാത്ര. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ ഇൽമ ഉണ്ടാകണം. ഇൽമ നേടുന്ന കാര്യത്തിൽ നമ്മൾ പിന്നോക്കം പോകാൻ പാടില്ല. അയ്യോ, എനിക്ക് വയസ്സായി പോയില്ലേ, പ്രായമായി, എനിക്ക് ഇതിനൊന്നും പറ്റൂല എന്നൊന്നും ആരും ചിന്തിക്കണ്ട. ബുദ്ധിയെല്ലാം മരവിച്ചു പോയി എന്നൊന്നും വിചാരിക്കണ്ട അല്ലെ. പ്രായമായ ആളുകളൊക്കെ ഇന്ന് പഠിക്കാൻ ഇറങ്ങുന്നത് ശരിക്കും നമുക്കൊരു പ്രചോദനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പഠനത്തിൽ എന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പ്രായമായ കുറെ ഉമ്മമാർ. ഞാൻ ഈ ഹിഫ്ലിന്റെ പഠനത്തിലേക്ക് പോലും എന്നെ കൂടുതൽ എനിക്ക് സ്വാധീനം ചെലുത്തിയ ഒരാളുണ്ട്. സുബ്ഹാനല്ലാഹ്. വയസ്സ് അന്ന് അവർക്ക് 78, ഇപ്പൊ 84 അങ്ങ് ആയിട്ടുണ്ടാവും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 60ഉം 70ഉം ഒക്കെ വയസ്സുള്ള ആ ഉമ്മമാരിങ്ങനെ ഖുർആൻ പഠിക്കാൻ ആവേശം കാണിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, പഠിച്ചോനെ, നമ്മളൊന്നും പഠിക്കാതെ പിന്നെ അല്ലേ. അല്ലാഹു അക്ബർ. അതുകൊണ്ട് പഠനം, ഇൽമിന്റെ വഴിയിലുള്ള സഞ്ചാരം, അത് നമുക്ക് ഒരുപാട് വിശാലത ഹൃദയത്തിന് നൽകും തീർച്ചയായിട്ടും. അതുപോലെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു നിവേദിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിച്ചു വാരപ്പെട്ട ഹൃദയമുള്ളവനും സത്യസന്ധമായ നാവുള്ളവനും. അപ്പോ അവര് ചോദിച്ചു, സത്യസന്ധമായ നാവ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ അതായത് മഹ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞൊരു ഹദീസാണല്ലേ ഇത്. മഹ്മൂമുൽ ഖൽബ് സദൂഖുൽ ലിസാൻ. എന്താണ് ഈ മഹ്മൂമുൽ ഖൽബ്? സത്യസന്ധമായ നാവ് എന്താ നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ അടിച്ചു വാരപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മിക വിശുദ്ധി പുലർത്തുന്ന, സംശുദ്ധ ജീവിതം നയിക്കുന്നവനാന്ന് പറയുന്നത്. പാപം ചെയ്യാത്തവൻ, അക്രമം ചെയ്യാത്തവൻ, വഞ്ചിക്കാത്തവൻ, അസൂയ വെച്ച് പുലർത്താത്ത, നല്ല വൃത്തിയുള്ള ഹൃദയത്തിന്റെ ഉടമ. അതന്നെ അടിച്ചു വാരി വൃത്തിയാക്കിയാൽ എങ്ങനെ ഇരിക്കൂലേ. ശരിക്കും നമുക്ക് നമ്മളെ വീട് വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അല്ലെ. സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലമായി കിടക്കുമ്പോൾ വീട്, മുറ്റം എല്ലാം വൃത്തിയിൽ സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ ഒന്ന് വൃത്തികേടായാലും അല്ലെ, കുറച്ച് എന്തെങ്കിലും പൊടിയായാൽ മതി. കുട്ടികളെല്ലാം വന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് ബാഗും പുസ്തകങ്ങളും അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അല്ലെ. മനസ്സിൽ കുറച്ചും കാട്ടം കയറിയ പോലെ എന്ന് പറയും അല്ലെ. പാത്രങ്ങളൊക്കെ അടുക്കളയിൽ ഇങ്ങനെ പരന്ന് കിടക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് അല്ലെ. അതെന്തുകൊണ്ട്? അലങ്കോലമായി കിടക്കുന്നുണ്ട്. എന്നാല് നമ്മൾ അതെല്ലാം അടുക്കി ഒതുക്കി അടുക്കും ചിട്ടയോടെ എടുത്ത് വെച്ച് അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ച് എല്ലാം അല്ലെ വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? നല്ല റാഹത്തായിരിക്കും അല്ലെ. അങ്ങനെ ആകണം നമ്മളെ ഹൃദയം എന്നാ പറഞ്ഞ. ഹൃദയം അങ്ങനെ ആകണം. എല്ലാ നിലക്കും ധാർമ്മികമായ വിശുദ്ധി പുലർത്തുന്ന, രഹസ്യം പരസ്യം എല്ലാം ക്ലിയർ. രഹസ്യ ജീവിതം സംശുദ്ധം, പരസ്യ ജീവിതം സംശുദ്ധം. അല്ല, ഒന്നുമില്ല, ക്ലിയർ. ഉള്ളും പുറവും ഒരുപോലെ ക്ലിയർ. അങ്ങനെ ക്ലിയർ ആകാൻ നമുക്ക് കഴിയണം അല്ലെ. മനസ്സിൽ ഒന്നുമില്ല, ആരോടും ഒരു ദേഷ്യം വെറുപ്പും വെക്കാത്ത നല്ലൊരു മനസ്സിന്റെ ഉടമകളായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അത് ഹൃദയ വിശാലത എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്.
പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക. പാപങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നാൽ തന്നെ നമ്മൾ ശുദ്ധമായില്ലേ. സുബ്ഹാനല്ലാഹ്. പാപങ്ങൾ എന്ന് പറയുമ്പോ നമ്മളെ ലിസ്റ്റിൽ പാപങ്ങൾ എന്താണെന്ന് ആദ്യം തീരുമാനിക്കണം അല്ലെ. നമ്മളെ നാവ്, അതിനെ അടക്കി ഒതുക്കി വെക്കാൻ പഠിക്കണം. നമ്മുടെ കാതുകൾ, നമ്മളെ കണ്ണുകൾ, നമ്മുടെ കൈകാലുകൾ എല്ലാത്തിനെയും നമുക്ക് എന്താക്കാൻ കഴിയണം, നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലെ, ഹൃദയം, ഖൽബുൻ സലീമാകണം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാകാൻ നമ്മൾ എന്താക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മളില്ലേ, ഒരു ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ നിർത്താം, സമയമായില്ലേ, ഇപ്പൊ ബാങ്ക് കൊടുക്കൂലേ. അതായത് നമ്മളൊരു വണ്ടി സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പെട്രോൾ വണ്ടിയിൽ ഇങ്ങനെ നമ്മൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ പെട്രോൾ വണ്ടിയിൽ പെട്രോൾ തീർന്നപ്പോ പെട്രോൾ പമ്പിൽ പോയപ്പോ അവരെന്താക്കി, ഡീസൽ അടിച്ച്. എന്തായിരിക്കും അവസ്ഥ? പോവാൻ പറ്റൂല അല്ലെ. പിന്നെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയോ? പെട്രോളിന്റെ വണ്ടിയിൽ ഡീസൽ അടിക്കാൻ പറ്റൂല അല്ലെ. ഇതുപോലെ തന്നെയാണ് നമ്മളെ കൽബ് എന്ന് പറയുന്നത്. ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം. അതിലുണ്ടല്ലോ, പെട്രോളാണ് നമുക്ക് വേണ്ടെങ്കിൽ അതിലേക്ക് ഡീസൽ നമുക്ക് പറ്റൂല. അപ്പൊ നന്മകൾ, സൽക്കർമ്മങ്ങളാകുന്ന പെട്രോൾ അടിച്ചിട്ട് നമ്മളെ വണ്ടി നീങ്ങണം. അതിലേക്ക് എന്താക്കാൻ പാടില്ല, തിന്മകളാകുന്ന ഡീസലിന്, തിന്മകളെന്ന് ഞാൻ വെറുതെ ഒരു ഉപമ പറയുന്ന കേട്ടാ, തിന്മകളാകുന്ന ഡീസൽ അടിച്ചിട്ട് നമ്മൾ പോയാല് ആ വണ്ടിക്ക് പ്രശ്നമാണ് അല്ലെ. എല്ലാവർക്കും അറിയില്ലേ, പെട്രോൾ വണ്ടിയിൽ ഡീസൽ അടിക്കാൻ പാടില്ല, ഡീസൽ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പാടില്ല. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാരും അത് ശ്രദ്ധിക്കൂലേ, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കൂലേ. പെട്രോൾ പമ്പിൽ പോയാല് അത് ഭയങ്കരമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കും. പെട്രോൾ അടിക്കുന്ന ആൾക്കാരും പെട്രോൾ പിന്നെ വാങ്ങുന്ന ആൾക്കാരും എല്ലാം ഇത് ശ്രദ്ധിക്കും. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഹൃദയങ്ങളിലേക്ക് പാപങ്ങൾ, തിന്മകൾ കടന്നു വരുന്നതിന് നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, സൂക്ഷ്മത പാലിക്കണം. തഖ്വ അത് നമുക്ക് കൊണ്ടുവരണം അല്ലെ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല അത്. അതിനു വേണ്ടിയാകണം നമ്മളെ ജീവിതം, നമ്മളെ പ്രവർത്തനം, നമ്മളെ പ്രാർത്ഥന. ഏറ്റവും മസ്റ്റ് പ്രാർത്ഥനയാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താക്കണം, പ്രാർത്ഥിച്ച് നേടണം. പ്രാർത്ഥിച്ച് 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 പരിശ്രമവും വേണം, പ്രാർത്ഥനയും വേണം, പരിശ്രമവും വേണം. അപ്പൊ അല്ലാഹു തആല അതിന്റെ റിസൾട്ട് നമുക്ക് എത്തിച്ചു തരും. തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടുക. റിസൾട്ട് എന്തായാലും പ്രശ്നമില്ല. പരിശ്രമം ഉണ്ടോ, അതിന് അല്ലാഹുവിന്റെ അടുത്ത് നമുക്ക് പ്രതിഫലം ഉണ്ടോ, ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ. നല്ലൊരു പ്രാർത്ഥന, മൂസാ നബി അലൈഹി സ്വലാമിന്റെ നല്ലൊരു പ്രാർത്ഥന. അത് നമ്മളെല്ലാരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. മൂസാ നബി അല്ലെ, ആ ക്രൂരനായ ഫിറൗന്റെ അടുത്തേക്ക് പോകുമ്പോ മൂസാ നബി പ്രാർത്ഥിച്ചത്, ഫിറൗനിന് വിശാലമായ മനസ്സ് കൊടുക്കണേ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത് അല്ലെ. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം, അള്ളാഹുവേ എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ അല്ലാ, എന്റെ കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഹൃദയത്തിന് വേണ്ടി കുറേ പ്രാർത്ഥനകൾ ഉണ്ട് അല്ലെ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ വഅൻത ഖൈറു മൻ സക്കാഹ വഅൻത വലിയുഹ വമൗലാഹ. നല്ല പ്രാർത്ഥനയാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫി ഖുലൂബിനാ. ഈമാൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അലങ്കരിക്കാൻ. വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. സുബ്ഹാനല്ലാഹ്. അതുപോലെ പിന്നെ ആ ഗുഹാവാസികൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലേ, എന്താണ്, റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദ അല്ലെ. നമ്മുടെ കാര്യങ്ങളിൽ എല്ലാത്തിലും ഏറ്റവും കറക്റ്റ് ആയിട്ട് അള്ളാഹിന്റെ റഹ്മത്തോടു കൂടി ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അള്ളാഹിന്റെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യും. പ്രാർത്ഥന കുറേ ഉണ്ട് കേട്ടാ, ഇഷ്ടം കണക്കിന് പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനകൾ നല്ല പോലെ അധികരിപ്പിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും
വിശാലമായ ഹൃദയം നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമദാനിനെ വരവേൽക്കാൻ, എല്ലാവിധ സൽക്കർമ്മങ്ങൾ കൊണ്ടും മുന്നേറാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആരോടും ദേഷ്യമോ പകയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത, അസൂയ ഒന്നുമില്ലാത്ത നല്ല നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമകളായി ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല അള്ളാഹുവേ. ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാഹ്. നിന്നെ ധാരാളമായി ദിക്ർ ചെയ്യാൻ, നിന്നെ ധാരാളമായി ഇബാദത്ത് ചെയ്യാൻ, നിനക്ക് ധാരാളമായി ശുക്ർ ചെയ്യാൻ, നല്ല അടിമകളായി ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതിലൂടെ നീ ഇഷ്ടപ്പെട്ട, നീ തൃപ്തിപ്പെട്ട നല്ലൊരു അടിമയായി ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തരത്തില് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. നല്ല ശക്തമായ ഈമാൻ ഹൃദയങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരു സൽക്കർമ്മങ്ങൾ ഒരു നന്മ പോലും നിസ്സാരമാക്കി തള്ളിക്കളയാതെ എല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. മുഴുവൻ തിന്മകളിൽ നിന്നും പരിപൂർണമായി വിട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് റഹ്മാനായ നാഥ നീ ഷിഫ നൽകി, ആശ്വാസം നൽകി, സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. തുടർന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഹ്സിനീങ്ങളായി, മുഅ്മിനീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവെ, അവർ ഇന്ന് ഖബറുകളിലാണല്ലോ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നാഥ. സ്വർഗത്തിൽ നിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.